കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ വൈനാണ്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്ക് ഒരു വൈനൊക്കെ കഴിച്ച് ആഘോഷിക്കണം. അതുകൊണ്ട് അതിന് മുന്നായിട്ട് നമ്മളൊരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വൈന് വേണ്ടി ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സീഡ്ലെസ് ആണ്. സീഡ് ഉള്ളത് ഞാൻ സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ എളുപ്പത്തിൽ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തേക്കുന്നത്. അത് നല്ല ബ്ലാക്ക് കളർ ആണെങ്കിൽ നമുക്ക് വൈന് നല്ല ചുവന്ന കളർ കിട്ടും. ഇതിപ്പം ലൈറ്റ് റെഡ് ആയിരിക്കും. ഈ മുന്തിരിങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത് ലൈറ്റ് റെഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമായ പഞ്ചസാര, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടുതൽ കുറവും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചതച്ച ഗോതമ്പ്, അതായത് കഴുകി വാരി ഞാൻ ചതച്ചതാണിത്. പിന്നെ ഒരു നല്ല കറുവപ്പട്ടയുണ്ട്. പിന്നെ 5 ഗ്രാമ്പു, 5 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് കഴുകി വാരി, അതായത് ഈ വാം വാട്ടറിൽ തന്നെ ഞാൻ കഴുകി വാരി ഉണക്കി വെച്ചേക്കുന്നതാണ്. ഒത്തിരി ചൂടും ഒത്തിരി തണുപ്പും അല്ലാത്ത വാം വാട്ടറിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു ഗ്ലാസിൻ്റെ ടംബ്ലർ ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഈ ടംബ്ലർ ഉണങ്ങിയതായിരിക്കും സൂക്ഷിക്കണം. ഉണങ്ങിയതല്ലെങ്കിൽ വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ വൈനത് പൂത്തുപോകും, അയച്ചാൽ ചീത്തയാക്കും. അതുകൊണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കുക. എപ്പോഴും ഉണങ്ങിയ നല്ല ഭരണി എടുക്കാനായിട്ട് സൂക്ഷിക്കുക. നാട്ടിലൊക്കെ ഭരണി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ എനിക്ക് ഈ ഗ്ലാസ് ടംബ്ലറാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ്, പുളിയുള്ളതല്ല, നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വെള്ളത്തിൽ തന്നെ ഇടണം. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇടകലർത്തി ഇത് ഇട്ട് കൊടുക്കാം. ഞാനിത് 7-8 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ് വൈൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് തന്നെയല്ല, നമുക്ക് ഇപ്പോൾ ഒരു വയറുവേദനയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ വൈൻ ഇത്തിരി കുടിച്ചാൽ നമ്മുടെ വയറുവേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വൈൻ നമുക്ക് വയറിന് നല്ല സുഖം കിട്ടുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിട്ട് കൊടുക്കണം. ഞാൻ വാം വാട്ടറിൽ തന്നെ മുന്തിരിങ്ങ കഴുകാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ സെയിം എടുക്കുന്ന വെള്ളം തന്നെ, അതായത് ഇതേ വെള്ളം തന്നെ അതേ ചൂട് നിൽക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം മുന്തിരി നമ്മൾ ഇട്ട് കൊടുക്കുന്നൊന്നും ചീത്തയായി പോകത്തില്ല. നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ നമ്മൾ തോർത്തി എടുക്കാനൊക്കെ ഇരിക്കണം. അതിൻ്റെ ആവശ്യമില്ല ഇത്. ഞാൻ മുന്തിരിങ്ങ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് 21 days ആണ് ഇത് സെറ്റ് ആവാൻ വേണ്ടിയത്. നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ വൈൻ കിട്ടാൻ നമുക്ക് 21 days ആണ് ആവശ്യമാകുന്നത്. ഞാൻ സാധാരണ 3 മാസമൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ വൈൻ ഉപയോഗിക്കാറുള്ളത്. അന്നേരം നല്ല വീര്യം ഉണ്ടാവുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവുന്നുണ്ട് വൈന്. 21 days ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ഒരു ഹാർഡ്നെസ് കിട്ടത്തില്ല, എഫക്റ്റ് ആവുന്നില്ല.
അതിലേക്കൊക്കെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കുക. എല്ലാം ഈ വാം വാട്ടറിൽ തന്നെയാണ് കഴുകിയത്. സാധാരണ ഗോതമ്പ് നമുക്ക് തുണിയിൽ കിഴി കെട്ടിയിടാൻ പറ്റും. പക്ഷെ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ വലിയ കഷ്ണം കറുവപ്പട്ട ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ 1 ടീസ്പൂൺ ഈസ്റ്റ്, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പഞ്ചസാരയെല്ലാം താഴെ ചെല്ലും. ഇത് ഈ ടംബ്ലറിന്റെ കഴുത്തുവക്കം മാത്രം വെള്ളമാകാവൂ. ഇത്രയും വെള്ളമാകാവൂ. നിറച്ച് വെള്ളം എടുക്കാൻ പാടില്ല. നിറച്ച് വെള്ളം എടുത്താൽ ഇത് നമ്മൾ ഇട്ടേക്കുന്ന ഈസ്റ്റാണ്. ഈസ്റ്റ് പൊളിച്ച് പൊങ്ങിയിട്ട് ഇത് തൂവിപ്പോവും, പുറത്തു പോവും. അപ്പം അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പം ഇത് ഇങ്ങനെ ഇത്രയും കഴുത്തുവട്ടം അതേ ഇത്ര ഒഴിച്ചിട്ടുള്ളൂ. ആ കഴുത്തുവട്ടം വെള്ളം മാത്രമേ ആകാവൂ. ഇനി ഞാൻ ഇത് വെച്ച് തന്നെ അടയ്ക്കുക. ഇത് നല്ലൊരു വൈറ്റ് തുണി, നല്ലൊരു കോട്ടൻ്റെ വൈറ്റ് തുണി, അത് ഓയിൽ തുണിയാണ് നല്ലത്. ആ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇത് വട്ടം കെട്ടണം. എന്നിട്ടിത് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കണം. ഇത് നല്ല ടൈറ്റാണ് ഈ അടപ്പ്. ഇത് നന്നായിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ 3 ദിവസം കൂടുമ്പോൾ ഇത് തടിയുടെ തവിയോ നമുക്ക് നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കുന്ന തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. 3 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 21 ഡേയ്സ് ആകുമ്പോൾ നമ്മളിത് അരിച്ച് ഭരണിയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നമ്മൾ അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 2 ആഴ്ചയും കൂടെ അതുപോലെ തന്നെ കെട്ടിവയ്ക്കും. അപ്പം നല്ല മണമാവും, നല്ല എഫക്റ്റും ആവും. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് 4 മാസം മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന വൈനാണ്. എന്നിട്ട് ഇത് നല്ല ബ്ലാക്ക് മുന്തിരിങ്ങ തന്നെയാണ് കിട്ടിയത്. ഞാൻ ഒഴിച്ച് കാണിക്കാം. കണ്ടാ ഇതിൻ്റെ നിറം കണ്ട. ഇതിന് ഞാനൊരു കളറും ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു കളറും ചേർക്കാറില്ല. ബീറ്റ്റൂട്ടിൻ്റെ നീരൊക്കെ ചേർത്ത് കൊടുത്താൽ വൈന് നല്ല കളർ കിട്ടുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ഇത് നല്ല ബ്ലാക്ക് മുന്തിരിങ്ങയിൽ ഉണ്ടാക്കിയ വൈനാണ്. നല്ല ടേസ്റ്റാണ്. ഇത് 4 മാസം കഴിഞ്ഞ വൈനാണ്. അതുകൊണ്ട് നല്ല എഫക്റ്റീവായത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഈ ക്രിസ്മസിന് എൻ്റെ ഒരു സ്പെഷ്യൽ ആയിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നല്ലൊരു വൈൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ അഭിപ്രായം അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് തരിക. ഇനി ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ബൈ.